പ്രിയമുള്ളവരെ, ഉപവനം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഒരു വിവാദം, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെക്കുറിച്ച് ഒരു IAS ഉദ്യോഗസ്ഥ കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. അത് ഒരു വിവാദമാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ഒരു സംഭവം എടുത്തുകൊണ്ട് വിവാദമാക്കാം. അതിന് വലിയ കഴിവും ബുദ്ധിയും ഒന്നും ആവശ്യമില്ല. പക്ഷേ അത് കേരളത്തിലെ മലയാളികളായ ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ ബോധ്യപ്പെടുന്ന ഒരു കാരണം വേണം ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ. ഇവിടെ KK രാഗേഷ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ ഒന്നിച്ച് ജോലി ചെയ്ത കാലയളവിൽ KK രാഗേഷ് എന്ന് പറയുന്ന വ്യക്തിയെ അടുത്തറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദിവ്യ S. അയ്യർ എന്ന് പറയുന്ന IASകാരി കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. അതിന് കുറച്ച് ഉപമകളൊക്കെ IASകാരി എടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു. ഈ ഉപമകളെക്കുറിച്ചൊന്നും ഈ വിവാദമുണ്ടാക്കിയ ആളിന് വലിയ ധാരണ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. കർണനും അദ്ദേഹത്തിൻ്റെ കവചകുണ്ടലങ്ങളും ഒക്കെ കേരളത്തിലെ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വോട്ടറാണ് എന്ന് ധരിക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് വിവാദം വരുമ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരാൾ ഉപയോഗിച്ച ഒരു പ്രയോഗത്തെ എടുത്തുകൊണ്ട് പരിശോധിക്കാനുള്ള തൻ്റെ ഇടമെങ്കിലും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. KK രാഗേഷ് എന്ന് പറയുന്ന ആൾ ഒരു CPM പ്രവർത്തകനാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ഒരു ജോലി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ചെയ്യുമ്പോൾ അയാൾ CPMകാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ ആയിട്ടല്ല ഒരു സിവിൽ സർവൻ്റ് കാണുക. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും പല പ്രവർത്തനങ്ങളിലും മുഖ്യമായ ഒരു കാർമ്മികത്വം സെക്രട്ടറിക്കുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒന്നിച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് KK രാഗേഷിൻ്റെ ജോലിയിലുള്ള മിടുക്കും അതുപോലെ കാര്യശേഷിയും കാര്യപ്രാപ്തിയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ദിവ്യ S. അയ്യർ എന്ന് പറയുന്ന IASകാരി അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചത്. മുഖ്യമന്ത്രിയെയും ദിവ്യ S. അയ്യർ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ്റെ MLA മന്ത്രി എന്ന സ്ഥാനമാനങ്ങൾ വിട്ട് MP ആയി മാറി പാർലമെൻറ്റിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത അനുഭവം വെച്ചുകൊണ്ട് വികാര വായ്പോടുകൂടിയുള്ള ഒരു യാത്രയയപ്പാണ് ദിവ്യ S. അയ്യർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന MPക്ക് നൽകിയത്. ഇവിടെ കേരളം 57 മുതൽ ഇങ്ങോട്ട് ഭരിക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ MLAമാർ കൂടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും മുഖ്യമന്ത്രിയാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതാണ് ഭരണഘടനാപരമായ നിജസ്ഥിതിയും. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ പിണറായി വിജയൻ CPMൻ്റെ പ്രവർത്തകനാണ്, വലിയ നേതാവാണ് എന്നുള്ള നിലയിൽ മാത്രം മുഖ്യമന്ത്രിയെ കാണുന്ന സംസ്കാരം നിയമസഭക്കകത്തും പുറത്തും
ധാരാളം അവസരങ്ങളിൽ കോൺഗ്രസ്സുകാർ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെ പരിചയപ്പെടുത്തണം, ഒരു മുഖ്യമന്ത്രിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കോൺഗ്രസ്സുകാരുമായിട്ട് പ്രതിപക്ഷത്തിന് പൊതുവെ മറന്നു പോകുന്ന സ്ഥിതി പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് സഹിക്കുകയാണ്. കോൺഗ്രസ്സുകാരല്ലേ, അങ്ങനെ പറ്റിയില്ലെങ്കിൽ പറയേണ്ടതുള്ളൂ, അവരങ്ങനെയൊക്കെ ചെയ്താലൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ പ്രതിപക്ഷത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവരെന്ത് അഴിമതി കാണിച്ചാലും എന്തൊക്കെ പൊട്ടത്തരങ്ങൾ വെച്ച് വിളമ്പിയാലും അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റും. നേരെ മറിച്ച് ഇടതുപക്ഷ മേഖലയിൽ നിന്ന് ആരെങ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ അതൊട്ടും സഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. അത് ഒരു 10-70 കൊല്ലത്തെ കേരളത്തിന് ചരിത്രം പരിശോധിക്കുന്നവർക്ക്, മന്ത്രിസഭകളുടെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരെക്കുറിച്ച് CPIMകാരെക്കുറിച്ച് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് അവർക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന വലിയ പരാജയത്തിൻ്റെയും അതിലൂടെ അവർ എത്തിച്ചേർന്നിരിക്കുന്ന അപകർഷതയുടെയും ഫലമായിട്ട് വേണം കാണാൻ. ഇവിടെ ഒരു CPMകാരനെ അല്ല ദിവ്യ എസ് അയ്യർ പ്രശംസിച്ച് സംസാരിച്ചത്, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെയാണ്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ്, മുഖ്യമന്ത്രി CPMകാരനാകുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫും CPMൽ പെടുന്ന ആൾ തന്നെയായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അയാളൊരു ഉദ്യോഗം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ CPMകാരനായി തരം താഴ്ത്തി കാണിക്കുന്നത് ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. പിന്നെ പറയുന്നത് പൊതുവെ ചർച്ചയിൽ കേൾക്കുന്ന ഒരു വാദം, ഇതിൽ ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ്. അതായത് IAS ഉദ്യോഗസ്ഥ ഒരു സിവിൽ സർവൻ്റ് ആയിരിക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രശംസിച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 10-70 കൊല്ലത്തിലധികമായിട്ട് പാർട്ടിക്കാരാണ്, രാഷ്ട്രീയക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ, നല്ല രീതിയിലുള്ള ഭരണ പാഠവും ഒക്കെ കാണുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അതിൽ ഒരു പ്രശംസാവാചകം ഉപയോഗിച്ചുകൂടാത്ത ജനാധിപത്യ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തുന്നവരാണോ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ? ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഈ ദിവ്യ എസ് അയ്യർ തന്നെ പല അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശംസിച്ചിട്ടുണ്ട്. ദിവ്യ എസ് അയ്യർ മാത്രമല്ല, മറ്റ് പലരും ആ രീതിയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനസമ്പർക്ക പരിപാടിയുടെ ഒക്കെ നാളുകളിൽ അത്തരം പ്രസ്താവനകൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ആരും മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ പ്രശംസിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഒരാൾക്ക് യാത്രയയപ്പ് നൽകുന്ന അവസരത്തിൽ ഒരു വേദിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരാൾക്ക് യാത്രയയപ്പ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളെ ചൂണ്ടിക്കാണിച്ച് പ്രശംസിക്കാൻ തന്നെയാണ് എല്ലാവരും മൈക്കിനടുത്തേക്ക് വരുന്നത്. ഇതൊന്നും അറിയാതെ എന്തോ ഒരു പുതിയ സംഭവം ഉൽക്ക വന്ന് വീണതുപോലെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ സൈബർ ആക്രമണങ്ങൾ IAS ഉദ്യോഗസ്ഥർക്ക് നേരെ തൊടുത്തുവിടുന്നത്. കേരളത്തിന് ചേർന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. കാരണം അതൊരു വലിയ മണ്ടത്തരമാണ്. കാരണം കേരളത്തിൽ 8 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി ഭരണകർത്താക്കൾ മറ്റ് ഭരണകാലത്തിനെ അപേക്ഷിച്ച് ധാരാളം മേന്മകൾ അവകാശപ്പെടാവുന്ന ഒരു മന്ത്രിസഭയും കാലഘട്ടവുമാണ്.
ഇന്ന് തന്നെ അത് സമ്മതിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ. കോൺഗ്രസ്സുകാരുടെ ഇടയിലും പ്രതിപക്ഷത്തിൻ്റെ ഇടയിലും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഈ കാലയളവ് കഴിയുന്നതോടുകൂടി ഈ കാലയളവിനെ പ്രശംസിച്ച് പറയുന്ന ധാരാളം ആൾക്കാർ ഭരണ ഇതര പക്ഷത്ത് നിന്ന് തന്നെ ഉണ്ടായിത്തീരുമെന്നുള്ളതും നമുക്ക് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കെ നായനാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കി ധാരാളം സംസാരിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് വരുന്ന ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരെയൊക്കെ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി കെ നായനാരുടെ ഗുണഗണങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. ഇത് സ്വാഭാവികമാണ്. ഓരോ വ്യക്തി അദ്ദേഹത്തിൻ്റെ കടമകൾ നിർവഹിക്കുന്ന സമയത്ത് അതിന് എന്താണോ അത് ഉൽപ്പാദിപ്പിക്കുന്ന മെച്ചങ്ങൾ അത് കണ്ട് അതിനെ പ്രശംസിക്കാതിരുന്ന ആളുകൾ ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അതെടുത്ത് പ്രശംസാവാചകങ്ങൾ ചൊരിയുന്ന ധാരാളം അവസരങ്ങളും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന ദിവ്യ എസ് അയ്യർക്ക് നേരെയുള്ള ആക്രമണം അത് ഈ പ്രതിപക്ഷത്തിന് തന്നെ വലിയ പാരയായി പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് അതിൻ്റെ പണി നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ദിവ്യ എസ് അയ്യരുടെ നേരെയല്ല ഈ ആക്രമം ഒന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശബരിനാഥ് എന്ന് പറയുന്ന ഈ IAS ഭർത്താവിന് നേരെയാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏത് പടിയിലാണ് ഇരിക്കുന്നത് എന്ന് അറിയില്ല. ധാരാളം ചാനൽ ചർച്ചകളിൽ സമയം ഭേദപ്പെട്ട രീതിയിൽ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആളിനെ ഉടനവേ ചാനലുകൾക്ക് അന്യമായി തീർന്നിരിക്കുന്ന ഒരു 2-3 വർഷക്കാലം 3-4 വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ വർത്തമാനകാലം. ദിവ്യ എസ് അയ്യർ ശബരിനാഥിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ ആക്രമണം. കാരണം ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യ ഒരിക്കലും CPM അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെയോ പ്രശംസിച്ച് പറയാൻ പാടില്ല. അത് ഭർത്താവിന് ക്ഷീണം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണത്. അത് ഭാര്യയായിരിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ ഈ സൈബർ ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരം. അത് ശബരിനാഥിൻ്റെ ഒരു വല്ലാത്ത ദൗർഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന സ്ഥിതിയിൽ ആളുകളെ പ്രശംസിക്കുന്ന അവസരം ശബരിനാഥാണെങ്കിലും ഒഴിവാക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏകദേശം ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്താൻ കഴിവുള്ള ഒരു നേതാവാണ് ശബരിനാഥ് എന്നാണ് ചാനൽ ചർച്ചകളിൽ ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനപ്പുറം അദ്ദേഹത്തിന് ഈ പറയുന്ന ദിവ്യ എസ് അയ്യറിന് തൻ്റെ ഭാര്യയുടെ ഇടപെടലുകളിൽ എന്തെങ്കിലും അപാകതയുള്ളതായി അദ്ദേഹത്തിന് തോന്നാൻ സാധ്യതയില്ല. പിന്നെ കോൺഗ്രസ്സുകാരനായിപ്പോയല്ലോ, ഒരു പ്രാവശ്യം അവിടുന്ന് ജയിച്ച് MLA ആയ ആളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ദിവ്യക്ക് അല്പം പിശക് പറ്റിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ പാപ്പരത്വം അവർ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. കാരണം ത്രിതല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു കൂവിയതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് കാണാനുള്ള അവസരം വന്നു ചേരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.